ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പവർ ബാങ്കിൻ്റെ വീഡിയോ ആണ്. എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ മേടിച്ച പവർ ബാങ്കാണ്, അല്ലാതെ പ്രൊമോഷൻ്റെ വീഡിയോ ഒന്നുമല്ല. പവർ ബാങ്ക് നമ്മുടെ ആംബ്രൻ എന്ന കമ്പനിയുടെ ഒരു പവർ ബാങ്കാണ് ഞാൻ മേടിച്ചത്. ഇതിന് മുമ്പ് ഞാൻ മേടിച്ചത് സബ്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു പവർ ബാങ്കാണ്. ഇതൊരു ഏകദേശം ഒരു 3 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തു. 20,000 mAh പവർ ബാങ്കാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ ഇങ്ങനെ വീർത്തിട്ടുണ്ട് പവർ ബാങ്ക് നല്ല രീതിയിൽ. അതുപോലെ ഇവിടെ ചെറുതായിട്ട് ഇളകിയിട്ടുമുണ്ട്. അപ്പം ഒരിക്കലും നമ്മൾ ഈ ബാറ്ററി ഇങ്ങനെ വീർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പവർ ബാങ്ക് ഞാൻ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം യൂസ് ചെയ്ത ഒരു പവർ ബാങ്കാണ്. അപ്പം ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി നിങ്ങളെ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം, അൺബോക്സ് ചെയ്യാം നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ഇത് യൂസ് ചെയ്ത സാധനമാണ്. അപ്പോൾ ഒരു വീഡിയോയുടെ ഇതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണാം. ഈ പവർ ബാങ്കിന് കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 2 ഫീച്ചേഴ്സ്. അത് സാധാ ഒരു പവർ ബാങ്ക് വരുന്നതിനേക്കാളും ഒരു ഇച്ചിരും കൂടെ എനിക്കൊരു ബെനിഫിറ്റായിട്ട് തോന്നിയ ഒരു പവർ ബാങ്ക്. അതാണ് ഞാൻ ഇത് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത പവർ ബാങ്ക്. ഇതാണ് പവർ ബാങ്ക്. ഇതിനകത്ത് എന്തോ വരുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്തൊരു വാറണ്ടി കാർഡും പിന്നെ QR കോഡാണ്. ഇത് യൂസർ നെയിം QR കോഡ്, ഇത് വാറണ്ടിയുടെ ഇത് കാർഡ്, പിന്നെ ഒരു രണ്ട് സ്റ്റിക്കേഴ്സ്. അല്ലാതെ ഈ കവറിനകത്ത് വേറെ ഒന്നും വരുന്നില്ല. 20,000 mAh പവർ ബാങ്കാണ് ഇത്. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. ഈ വള്ളി കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് വള്ളിയാണ്. അതായത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹൈലൈറ്റ് സാധനം. എന്നാൽ ഇത് വള്ളിയല്ല, ഇത് കണ്ടോണം. Type-C to കേബിളാണ് ഇത്. 2 സൈഡ് Type-C. നമുക്ക് പവർ ബാങ്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ്. ഇതാകുമ്പോൾ നമുക്ക് പവർ ബാങ്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരാവശ്യത്തിന് ഒരു പവർ ബാങ്ക് എടുത്തുകൊണ്ട് പോകുമ്പം നമ്മൾ ഡേറ്റ കേബിൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പണി പാടും. ഇതാകുമ്പോൾ ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതാണ്. നമ്മൾ ചില പവർ ബാങ്ക് കണ്ടിട്ടുണ്ട്, ഇതിൽ തന്നെ ഫിറ്റ് ചെയ്ത് വരുന്ന സെറ്റപ്പ് ഉണ്ട്. പക്ഷേ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. മിക്ക പവർ ബാങ്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ തന്നെ വരുന്നത്. അത് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതിൽ നല്ലത് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലത്തെ ഒരു പവർ ബാങ്ക് വന്നിട്ട് അതിൻ്റെ കൂടെ ഡേറ്റാകൾ വരുന്നത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ ഇതെനിക്ക് നല്ല ഫീച്ചേഴ്സ് ആയിട്ട് തോന്നി. ഇത് വള്ളിയായിട്ടും തൂക്കിയിടാൻ കേട്ടോ, ഒരു വിഷയമില്ല, പോകത്തില്ല. അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പാണ്. നമുക്ക് ഈ പവർ ബാങ്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ബോക്സിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം എന്തൊക്കെയാണ്. ഇതിനകത്ത് 20,000 mAh ഞാൻ പറഞ്ഞല്ലോ പവർ ബാങ്കാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് 35 വാട്ട് വരെ ഇന്നും ഔട്ടും നമുക്ക് കിട്ടും. അതായത് അത് നോക്കിയിട്ടാണ് ഞാൻ ഈ പവർ ബാങ്ക് എടുത്തത് തന്നെ. അതാണ് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഈ വള്ളിയല്ല, ഡേറ്റ കേബിൾ. ഇത് Type-C, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് പറയത്തക്ക വേറെ ഫീച്ചേഴ്സ് ഇല്ല. എനിക്ക് ഈ 2 പ്രത്യേകം നല്ല ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയ സാധനം. 35 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇന്നും ഔട്ടും നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് 2 പോർട്ടാണ് വരുന്നത്. ഒന്ന് Type-Cയും ഒന്ന് USB-A പോർട്ടുമാണ് വരുന്നത്. അതായത് നമുക്ക് കാണുമ്പോൾ അറിയാം 2 പോർട്ട് ഇതിനകത്ത് വരുന്നുള്ളൂ. ഇതിനകത്ത് 35 വാട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ Type-Cയിൽ നിന്നായിരിക്കും കിട്ടുന്നത്. നമുക്ക് എയിൽ അത്രയും കിട്ടത്തില്ല. USB-യിൽ നമുക്ക് ഡയറക്റ്റിൽ നമുക്ക് അത്രയും കിട്ടത്തില്ല. C to C കേബിൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 35 വാട്ട് നമുക്ക് ഔട്ട് കിട്ടുന്നത്. ഇതിൽ തന്നെയാണ് നമുക്ക് ഇന്നും വരുന്നത്. ഔട്ടും ഇന്നും 35 വാട്ടിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ ഇത് ഇച്ചിരി സ്പീഡിൽ നമുക്ക് ചാർജ് ചെയ്യാം. ഇത് പിന്നെ ഇതിൻ്റെ എഴുതിയിട്ടുണ്ട്, ഇതുണ്ട് 20,000 mAh. ഇത് ബട്ടൺ. ഈ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് കാണാം. 4 LED ലൈറ്റ് വരുന്നുണ്ട്. 4 LED ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് 100%, ഒന്ന് 75%, ഒന്ന് 50%, ഒന്ന് 25%. നമ്മൾ നോർമലായിട്ട് കാണുന്ന എല്ലാ പവർ ബാങ്കുകളും. ഇതിൻ്റെ ഡിസൈൻ അപാരമായിട്ടുള്ള ഡിസൈനാണ്. എനിക്ക് ഈ ഡിസൈൻ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പുസ്തകത്തിൻ്റെ ഒരു ഇതുപോലെ തോന്നും. പിന്നെ നമ്മുടെ പേഴ്സ് ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഒരു അടപ്പില്ലേ, അതേമാതിരിയൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഡിസൈനാണ്. ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിസൈൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല. നമ്മുടെ എല്ലാ പവർ ബാങ്കിലുള്ള ഒരു നോർമൽ പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 6 മാസത്തെ വാറണ്ടിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്.
പിന്നെ പറയാന്ന് വെച്ചാൽ ഇതെല്ലാവരും നമുക്ക് പവർ ബാങ്ക് എല്ലാവരും ചോദിക്കും കൈ കൊണ്ട് നടക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ പറയത്തൊക്കെ ഇത് കണ്ട് ഇത്രയേ ഉള്ളൂ, എൻ്റെ നീളം ഇത്രയേ ഉള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിരലിൻ്റെ ഇത്ര നീളമേ ഉള്ളൂ സാധനം. പക്ഷേ ഇത് പോക്കറ്റിലൊന്നും ഇട്ട് നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ സാധനം പൊങ്ങി നിൽക്കും, നല്ല രീതിയിൽ പൊങ്ങി നിൽക്കും ഈ സാധനം. മറ്റേ പവർ ബാങ്ക് ഈ പവർ ബാങ്ക് തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് കണ്ടോ, ഇത്രയും വ്യത്യാസമേ ഉള്ളൂ നീളമായിട്ട്, വലിയ ഡിഫറൻറ്റ് ഒന്നുമില്ല. പിന്നെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കണ്ടോ. ഇത് മടക്കി വെച്ചാൽ എത്ര സൈസോ ആ സൈസ് തന്നെയാണ് ഇത്. ഇതിന് നീളം വരുന്നതുകൊണ്ട് ഇതിന് നീളം കുറവായിട്ട് അതിൻ്റെ വ്യത്യാസം. എല്ലാ പവർ ബാങ്കും സെയിം ആണ്. നമുക്ക് പോക്കറ്റിലൊന്നും വെച്ച് കൊണ്ട് നടക്കുന്നത് ഇച്ചിരി റിസ്ക് ആണ്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് വെച്ചുകൊണ്ട് ഈ സാധനം വീർത്തിരിക്കും നമ്മുടെ പാൻറ്റിനകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. കയ്യിലൊക്കെ പിടിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇത് ഇച്ചൂടെ നല്ലതാണ്, ഇതിനേക്കാളും ഇച്ചൂടെ നല്ലത് ഇത് കൈ പിടിച്ചിരിക്കാൻ നല്ലതാണ്. ഇത് കണ്ടോ, രണ്ട് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഇതിന് ഇച്ചൂടെ ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ ഈ പവർ ബാങ്ക് വേറെ ഞാൻ നിലവിലെടുത്ത സമയത്ത് ഒരു 35 വാൾട്ടിൻ്റെ ഔട്ട് ടു ഇന്നും കിട്ടുന്ന പവർ ബാങ്ക് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയുടെ തന്നെ സെലക്ട് ചെയ്തെടുത്തത്. കാരണം 20,000 mAh തന്നെ നോർമൽ 20-22 വാൾട്ടിൻ്റെ ഔട്ട് ടു ഇന്നും കിട്ടുന്നതിന് തന്നെ ഏകദേശം 2,000 രൂപ 2,200 രൂപയൊക്കെ വരുന്നുണ്ട്. ഏകദേശം 1,800 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് പറയുവാണെങ്കിൽ ഏകദേശം നോർമൽ പ്രൈസ് 2,500 രൂപയ്ക്ക് വരുന്നുണ്ട്. 2,500 രൂപയ്ക്ക് ഇത് പോയി ആരും മേടിക്കില്ല. 2,500 രൂപയ്ക്ക് അതിനുള്ള ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 2,000-2,100 രൂപയ്ക്കൊക്കെ ഓഫർ പ്രൈസിന് പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് ഓഫർ പ്രൈസിനാണ് മേടിച്ചത്. എനിക്ക് 2,000 രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. നേരത്തെ മുതൽ നോക്കി കിടക്കുക, എൻ്റെ പവർ ബാങ്കിന് ഇതുപോലെ ബാറ്ററി വീർത്ത സമയമായപ്പോഴും ഞാൻ നോക്കി കിടക്കുക അതൊരു പവർ ബാങ്ക് എനിക്ക് വേണം. ഞാൻ വേറെ കമ്പനിയുടെ ഒന്നും പവർ ബാങ്ക് കണ്ടില്ല. അപ്പം കാണാഞ്ഞോട് 35 വാട്ടിൻ്റെ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഇതേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിനകത്ത് നമുക്കിനിയും വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ഒരു ഡേറ്റ കേബിൾ വെച്ച് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം, ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ. ഇപ്പം ഞാൻ നോക്കുന്നത് എൻ്റെ ഇരിക്കുന്ന സാംസങ്ങിൻ്റെ ഫോണാണ്. 25 വാൾട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അതെ, കുത്തുമ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ ഊരി കുത്തി കാണിച്ചു തരാം. ഫാസ്റ്റ് ചാർജിങ് വരുമ്പോൾ ഇതിൻ്റെ കളർ ഇതാണ്. ഞാൻ നോർമൽ ഡേറ്റ കേബിൾ കുത്തിയിട്ട് കാണിക്കാം. അതിൻ്റെ എങ്ങനെ വ്യത്യാസമുള്ളത്. 35 വാട്ടിൻ്റെ ചാർജാണ് അതിനകത്ത് കയറുന്നത്. പക്ഷേ എൻ്റെ ഫോണിൽ 25 മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. അത് ഞാൻ ആദ്യം തന്നെ പറയാം. അപ്പോൾ ഇതിപ്പം നമ്മൾ USB A കേബിളാണ്. അതെ, ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ കണ്ടോ, ഇത് ഗ്രീനാണ്. വ്യത്യാസം മനസ്സിലായോ? അപ്പം ഇതിൽ എത്ര മെൻഷൻ ചെയ്തിട്ടില്ല, എത്ര വാൾട്ട് വരെ ഇതിൽ എയിൽ എത്ര വരുന്നുണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ സിയിൽ എന്തായാലും ഏകദേശം 35 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി വരെ കിട്ടുമായിരിക്കും. അത് മീൻസ് ഒരു 30-28 വരെ കിട്ടുമായിരിക്കും തോന്നുന്നു. എൻ്റെ ഫോണ് പക്ഷേ 25 വാൾട്ട് വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ അത് എനിക്ക് അത്യാവശ്യം ചാർജ് നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. ഈ കേബിൾ വെച്ചാണെങ്കിൽ എനിക്ക് 1.5 മണിക്കൂർ എടുക്കും. ഈ കേബിൾ വെച്ചാണെങ്കിൽ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് എടുക്കും. C to C ആകുമ്പം എനിക്ക് ഈ പോർട്ടിൽ കുത്തിക്കഴിഞ്ഞാൽ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് പരിപാടി നടത്താൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം അരമണിക്കൂറൂടെ നഷ്ടം. ഈ പവർ ബാങ്ക് പിന്നെ ചാർജ് ആക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 35 വാൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും. ഏകദേശം എനിക്കൊന്നൊരു 5 to 6 മണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് പറ്റും. ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 7-8 മണിക്കൂറെങ്കിലും മിനിമം വരും. ഞാൻ ഏകദേശം വെച്ച് നോക്കിയപ്പം കറക്റ്റ് ടൈമിംഗ് അല്ല, ഏകദേശം നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇതാണ്. പിന്നെ പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനായിട്ട് ഒന്നുമില്ല. ഇത് നമുക്ക് പിന്നെ വേറെ ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പ് വരെയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ലാപ്ടോപ്പ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയായിരുന്നു. ലാപ്ടോപ്പ് ഒന്നും ചാർജ് ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് 3 കളർ വരുന്നുണ്ട്: ഗോൾഡ്, ബ്ലൂ, ബ്ലാക്ക്. ഇതാണ് കളർ. ഞാൻ മേടിച്ചേക്കുന്ന ബ്ലൂ ആണ് കളർ മേടിച്ചത്. എനിക്ക് ബ്ലൂ കളർ ഇഷ്ടമുള്ളതാണ് ഞാൻ ബ്ലൂ മേടിച്ചത്. ഗോൾഡും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. വേറെ ഏതെങ്കിലും കമ്പനിയുടെ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഇതേ കണ്ടുള്ളൂ സംഭവം. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ആംറൻ പവർ മിനി 20 എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ നോർമലായിട്ട് ഫ്ലിപ്കാർട്ടിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആംറൈൻ്റെ 35 വാൾട്ടിൻ്റെ പവർ ബാങ്ക് എന്ന് അടിച്ചാൽ നമുക്കത് കിട്ടും. ഇതിൻ്റെ പേരതാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറ്റില്ല. പിന്നെ എല്ലാ പവർ ബാങ്കിനും പുറകേക്കാണ് 20,000 mAh എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ തന്നെ വേറൊരെണ്ണം കൂടി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും. 14,200 mAh ബാറ്ററി മാത്രമേ നമുക്ക് ഇതിൽ കിട്ടത്തുള്ളൂ. കപ്പാസിറ്റി സത്യം പറഞ്ഞാൽ ഒറിജിനൽ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. പക്ഷേ സാധാരണ എല്ലാ പവർ ബാങ്കിലും എൻ്റെ ഈ സബ്രോണിക്സിൻ്റെ ഒക്കെ വരുന്നത് 11,000 മാത്രമേ ഉള്ളൂ.
ഇതിന് 14,000 ചില്ലറയുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇച്ചിരി കൂടെ ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറയാന്ന് വെച്ചാൽ എൻ്റെ ഈ ഫോൺ ഞാൻ പറഞ്ഞില്ല 4500 mAh ബാറ്ററി എനിക്ക് 4 തവണ ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൽ കുത്തി ടൈപ്പ് സി കുത്തി ചാർജ് ചെയ്യുവാണെങ്കിൽ 4 തവണ എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത്രയും എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പവർ ബാങ്ക് മാക്സിമം ഫോണുമായിട്ട് കുത്താതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ട്രാവലിംഗ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പവർ ബാങ്ക് ഇല്ലാതെ പറ്റത്തില്ല. കാരണം ഫോണിൻ്റെ ചാർജ് നമുക്കറിയാമല്ലോ, ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീരും. എൻ്റെ 4000 mAh എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ 4 വർഷമായപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ബാറ്ററി മാറുന്ന ടൈം ആയെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും പവർ ബാങ്ക് യൂസ് ചെയ്യാതിരിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുക. ഇത് ഓഫർ പ്രൈസിൽ മാക്സിമം എല്ലാവരും മേടിക്കാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.